We are going to discuss with the topic conductively coupled equivalent circuit. That is conductively coupled equivalent circuit. In this figure, we know that it is a magnetically coupled circuit. That is, here the voltage source is V1, current flowing through this circuit be I1, and there is an inductance J omega L1. That is, J omega L1 means it is the impedance of this inductance, and here J omega L2. This J omega L2 is the impedance of this inductance, and I2 is the current flowing through the circuit, and V2 is the voltage source. We know how to draw the equivalent circuit depends on the dependent source. Dependent source വെച്ചിട്ടുള്ള circuit എങ്ങനെയാ വരയ്ക്കേണ്ടത് നമുക്കറിയാം. First we check the dot convention. This goes mutual inductance be positive or negative. Here this I1 is entering through this dot, and here I2 is entering through this dot. Therefore, the mutual inductance M is positive. And mutual inductance M endana? Here mutual inductance M is positive. So, first draw the equivalent circuit corresponds with dependent source. That is, here I1 is the current flowing through this, J omega L1 is the impedance. Then draw the dependent source. Here the mutual inductance is positive, so the first terminal is positive and then negative. Then connect it to this point. Here J omega L1 is the inductance. Here its value is J omega M I2. M into di by dt. di2 divided by dt ആണ് എന്ത് വരുന്നത്? ഇവിടെ എന്തായിരുന്നു തന്നിരുന്നെങ്കിൽ m into di2 divided by dt ആയിരുന്നു എന്ത് വരുന്നത്? ഇവിടെ തന്നിരുന്നത് ഇതിന്റെ എന്തായിരുന്നെങ്കിൽ ഇൻഡക്റ്റൻസ് ആയിരുന്നു തന്നിരുന്നതെങ്കിൽ, ഇവിടെ തന്നിരിക്കുന്നത് ജെ ഒമേഗയിലാണ്. അപ്പൊ അത് തന്നിരിക്കുന്നത് എന്താ? ഇംപിഡൻസ് ആണ്. അപ്പൊ ഇംപിഡൻസിനെ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ എന്താവും? വോൾട്ടേജ്. അപ്പൊ ജെ ഒമേഗ എം ഇൻറ്റു I2. നെക്സ്റ്റ് സെക്കൻഡ് സർക്യൂട്ട്, സെക്കൻഡ് പാർട്ട്. ഹിയർ ഇറ്റ് ഈസ് V2 is positive and negative. Here it is J omega L2. Then again the dependent source. Here dependent source first positive then negative, because here mutual inductance M is positive. So first draw the positive then negative and then connect it to the point. And this value of dependent source is J omega M into I1. ഇവിടെ ഇപ്പം തന്നത് ജെ ഒമേഗ L1. അത് എന്തുകൊണ്ടാണ്? ഇവിടെ തന്നിരിക്കുന്ന ഇവിടുത്തെ എന്താണ്? ഇംപിഡൻസ് ആണ്. അപ്പൊ ഇവിടെ വോൾട്ടേജ് ആണ് വരേണ്ടത്. അപ്പൊ വോൾട്ടേജ് വരണമെങ്കിൽ എന്താ? ഇംപിഡൻസിനെ കറണ്ട് കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ജെ ഒമേഗ എം എം ഇൻറ്റു എന്ത് വരും? I2. സെക്കൻഡറിയിൽ എന്തിനാ വരുന്നത്? കറണ്ടിനെയാണ് എന്ത് ചെയ്യുക? വരിക. ഇനി ഇവിടെ തന്നിരുന്നത് ഡയറക്റ്റ് ഇൻഡക്റ്റൻസ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, എം ഇൻറ്റു di2 ഡിവൈഡഡ് ബൈ dt. ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ഇംപിഡൻസ് ആയതുകൊണ്ട് ഇവിടെ ജെ ഒമേഗ L1 എന്ന് പറഞ്ഞാൽ ജെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവണത് എന്താണ്? ഇംപിഡൻസ് ആണ്. സോ ജെ ഒമേഗ L1. അപ്പൊ ഇവിടെ എന്ത് വരും? ജെ ഒമേഗ എം ഇൻറ്റു I2. ഇവിടെ ജെ ഒമേഗ എം ഇൻറ്റു I1. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ എന്ത് ചെയ്യുന്നത്? ഇക്വലന്റ് സർക്യൂട്ട് കറസ്പോണ്ട്സ് ടു ദി ഡിപെൻഡന്റ് സോഴ്സ്. ഡിപെൻഡന്റ് സോഴ്സ് വെച്ചിട്ടുള്ള അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരുന്ന ഏതാണ്? ഈ ഫോമിലാണ്. നമുക്ക് വേണ്ടത് അതിന്റെ എന്താണ്? കണ്ടക്റ്റീവ്ലി കപ്പിൾഡ് ഇക്വലന്റ് സർക്യൂട്ട് ആണ്. അതായത് ഇതിൽ തമ്മിൽ എന്ത് പാടില്ല? കപ്ലിംഗ് പാടില്ല. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടു. കപ്ലിംഗ് ഒന്നും അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യില്ല? പാടില്ല. അപ്പൊ അതെങ്ങനെയാ മാറ്റുന്നത് നോക്കാം. ഫസ്റ്റ് ഹിയർ ദ വോൾട്ടേജ് സോഴ്സ് ഈസ് V1. വോൾട്ടേജ് സോഴ്സ് എന്ത് തന്നെയാണ്? പ്രൈമറിയിലെ വോൾട്ടേജ് സോഴ്സ് V1. ഇറ്റ്സ് ടെർമിനൽ ഇസ് പോസിറ്റീവ് then negative, and the current flowing through this be I1. ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? I1. ഈ സർക്യൂട്ടിലുള്ള ഇംപിഡൻസ് ഏതാണ്? ജെ ഒമേഗ L1. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക? ഒരു ഇംപിഡൻസ് ഉണ്ട് എന്ന് മാത്രം, ഒരു ഇൻഡക്ടർ ഉണ്ടെന്ന് മാത്രം എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ജെ ഒമേഗ L1. നെക്സ്റ്റ് അതേപോലെ തന്നെ നെക്സ്റ്റ് സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് സർക്യൂട്ട് എന്തായിരുന്നു? ഇറ്റ്സ് V2. ഇറ്റ്സ് പോസിറ്റീവ് then negative. Here it is, there is an impedance. ഈ സർക്യൂട്ടിൽ എന്തുണ്ട്? ഒരു ഇംപിഡൻസ് ഉണ്ട്. സോ ആ
ഇമ്പിഡൻസിന്റെ ഇൻഡക്ടർ ആണ്, അത് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഇനി നോക്കേണ്ട സാധനം, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ എന്തുണ്ട്, ഒരു കപ്ലിംഗ് ഉണ്ട്. അപ്പം ആ കപ്ലിംഗ് കാണിക്കാൻ എന്ത് ചെയ്യണം, ബൈ യൂസിങ് ദാറ്റ് ഇൻഡക്ടർ. അപ്പൊ ആ രണ്ടിന്റെ ഇടയിൽ എന്ത് ചെയ്യണം, ആ ഇൻഡക്ടർ യൂസ് ചെയ്ത് ആ കപ്ലിംഗ് എന്ത് ചെയ്യണം, ഫോം ചെയ്ത് കാണിക്കണം. ആൻഡ് വാല്യൂ ഓഫ് ദാറ്റ് ഇംപിഡൻസ് ഈസ് ജെ ഒമേഗ എം. ആ ഇൻഡക്ടൻസിന്റെ വാല്യൂ എന്താണ്, ജെ ഒമേഗ എം ആയിരിക്കും. ഇനി ഈ ഇംപിഡൻസിന് ഉണ്ടാവുന്ന ചേഞ്ച് എന്താന്ന് നോക്കാം. ഈ ഇംപിഡൻസിന്റെ വാല്യൂ എന്തായിരുന്നു, ജെ ഒമേഗ L1 ആയിരുന്നു. ഇനി നമ്മൾ എന്തുകൂടെ കൺസിഡർ ചെയ്തിട്ടാണ്, ആ മ്യൂച്വൽ ഇൻഡക്ടൻസ് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് അതിനെ എന്ത് ചെയ്തത്, ചേഞ്ച് ചെയ്തത്. ഇനി ഇവിടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് എം എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും, ജെ ഒമേഗ ഇൻറ്റു L1 പ്ലസ് എം ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, ജെ ഒമേഗ ഇൻറ്റു L2 പ്ലസ് എം. ദാറ്റ് ഈസ് ദി കണ്ടക്റ്റീവ്ലി കപ്പിൾഡ് സർക്യൂട്ട്. അതായത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, തന്നിരിക്കുന്ന ഇംപിഡൻസ്, തന്നിരിക്കുന്ന ഇൻഡക്ടൻസിന്റെ വാല്യൂ എന്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യും, വന്നിരിക്കുന്ന മ്യൂച്വൽ ഇൻഡക്ടൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കിയിട്ട്. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് എം, ആ വാല്യൂ കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, L1 മൈനസ് എന്ത് ചെയ്യും, എം എന്ന് വരും. ഇവിടെ ഡോട്ട് കൺവെൻഷൻ വെച്ചിട്ട് മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താണ്, പോസിറ്റീവ് ആണ്. സോ I1 is equal to j omega into L1 plus m. ഇവിടെ എന്ത് വന്നു, j omega into L2 plus m. ഇനി ഇതിൽ ഇല്ലാത്ത ഒരു ഇൻഡക്ടൻസ് എന്ത് ചെയ്യും, വരും. അതായത് കണ്ടക്റ്റീവ്ലി കപ്പിൾഡ് സർക്യൂട്ട് ആവുമ്പോൾ എത്ര സർക്യൂട്ട്സ് ഉണ്ടോ അതിന്റെ മിഡിൽ ബ്രാഞ്ച് ആയിട്ട്, അതായത് രണ്ടിനും ഷെയർ ചെയ്യുന്ന രീതിയിൽ, ഈ ലൂപ്പിനും ഷെയർ ചെയ്യുന്ന രീതിയിൽ മിഡിലായിട്ട് എന്തിന്റെ വാല്യൂ കാണിക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ദിസ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ജെ ഒമേഗ എം by showing with that inductor use ചെയ്ത് അതിന്റെ ഇംപിഡൻസ് എന്ത് ചെയ്യുക, ഷോ ചെയ്യും. That is the conductively coupled equivalent circuit. That is in the case of conductively coupled circuit, the magnetic coupling is removing. Magnetic coupling എന്ത് ചെയ്യും, റിമൂവ് ചെയ്തിട്ട് അതിനെ പ്യുവർലി എന്തായിട്ട് മാറ്റും, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആയിട്ട് ചേഞ്ച് ചെയ്യും. ആൻഡ് ഫോർ ദാറ്റ് വി ആർ യൂസിങ് ഡോട്ട് കൺവെൻഷൻ.